ഈ വെളിപ്പെടുത്തൽ നടത്തിയ BJP മുൻ ഓഫീസ് സെക്രട്ടറി ശ്രീ തിരൂർ സതീഷായിരുന്നു. ശ്രീ സതീഷ്, ഇവിടെ തുടരന്വേഷണത്തിനാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. വളരെ പെട്ടെന്ന് തന്നെ താങ്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറെടുക്കുന്നെന്നാണ് കിട്ടുന്ന വിവരം. കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തി തന്നെ പറയുകയല്ലേ താങ്കൾ ചെയ്യുക? തീർച്ചയായും ഞാൻ പറഞ്ഞ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം എന്നോട് പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതും അതിൽ ഞാനിപ്പോൾ പുറത്ത് പറയാത്തതായ കൂടുതൽ കാര്യങ്ങളും ഞാൻ പോലീസിനെ അറിയിക്കും. താങ്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തേക്ക് പറയാനുണ്ട് എന്ന് ചില സൂചന ഉണ്ടായിരുന്നു. അത് 24 വെളിപ്പെടുത്തിയതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായ കാര്യങ്ങളാണോ ശ്രീ തിരൂർ സതീഷ്? അതെ, ഈ പണം വന്നത് എന്നെ കള്ളപ്പണമാകുമ്പോൾ അതൊരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ആ കള്ളപ്പണം അത് എങ്ങനെ ഉപയോഗിച്ചു, അത് എന്തെല്ലാം ചെയ്തു, ആരെല്ലാം കൈകളിൽ കൂടെ അതെല്ലാം പോയി, അതെല്ലാം എനിക്ക് പോലീസിനോട് പറയണല്ലോ. എന്ന് പറഞ്ഞാൽ വന്ന കള്ളപ്പണം ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ട്? അതെ, ഏത് രീതിയിൽ ഉപയോഗിച്ചു, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉപയോഗമല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും. പോലീസാണ് അത് പിന്നെ അന്വേഷിച്ചിട്ട് അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത്. ഉറപ്പായും താങ്കൾക്ക് പറയാൻ കഴിയുന്ന പരിമിതിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ പണം, ഈ തെരഞ്ഞെടുപ്പിനായി വന്ന കള്ളപ്പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാതെ നേതാക്കൾ മറ്റു വഴിക്ക് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന ആരോപണം താങ്കൾക്കുണ്ടോ ശ്രീ തിരൂർ സതീഷ്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്റെ അറിവിലനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയും പോലീസിന്റെ അടുത്ത് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത്. ശ്രീ സതീഷ്, ഇവിടെ ഈ അന്വേഷണം ഒരു ഘട്ടത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അസ്തമിച്ചു പോയതാണ്, നിന്നുപോയതാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ പോലീസ് ഇഡിക്ക് കൊടുത്ത ഒരു കത്ത് നമ്മൾ കണ്ടു. അത് താങ്കൾ ഈ പറഞ്ഞ തുകയ്ക്കൊക്കെ അപ്പുറത്തേക്ക് പല വഴിക്ക് താങ്കൾക്ക് പോലും ഒരുപക്ഷെ അറിയാത്ത വണ്ണം 40 ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് വന്നു എന്നായിരുന്നു പോലീസ് ഇഡിക്ക് കൊടുത്ത റിപ്പോർട്ട്. എങ്കിൽ കൂടിയും ആ അന്വേഷണം എവിടെയും എത്താൻ നിൽക്കുകയായിരുന്നു. ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടേക്ക് പോകും ഇനി എന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ തിരൂർ സതീഷ്? കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയാലാണല്ലോ ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളിലെല്ലാമായിട്ട് ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലാ ഓഫീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കൂടുതൽ വന്ന തുകയുടെ കാര്യമെല്ലാം തുക കൊണ്ടുവന്ന ആള് തന്നെയാണല്ലോ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതേ രീതിയിൽ തന്നെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ പറയും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതേ മട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ താങ്കളിലേക്ക് വരാൻ പോകുന്ന അന്വേഷണ സംഘത്തോട് പറയുകയുമാണ്. തീർച്ചയായും എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഞാനിത് വെറുതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഞാൻ ആദ്യം ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് മൊഴി കൊടുത്തത്. അതിനുശേഷം ഞാനിപ്പോ ഒരു 1.5 വർഷത്തോളമായി ഞാൻ ഓഫീസിന്റെ ചുമതലയിൽ ഇല്ലാണ്ടിരിക്കുമ്പോഴും വീണ്ടും എന്നെ പാർട്ടിയുടെ ആളുകൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, എന്നെ വ്യക്തിപരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇവരുടെ ഈ കാര്യങ്ങൾക്ക് എനിക്ക് കൂട്ടു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പൊതുസമൂഹത്തിനും സാധാരണ പാർട്ടീനെ സ്നേഹിക്കുന്ന പ്രവർത്തകരും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ എന്നെ അതാരും പറയിപ്പിച്ചതോ അല്ലെങ്കിൽ എന്നെ ആരും വിലക്കെടുത്തതോ ഒന്നല്ല. ഞാൻ സ്വയം എന്നെ കൊണ്ട് ഇവര് നിർബന്ധിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിച്ചിട്ട് മാനസികമായി എന്നെ ഉപദ്രവിക്കുകയാണ് ഇവര്. അപ്പൊ പിന്നെ അതെനിക്ക് പറയേണ്ടത് വന്നു. അത്രയുള്ളൂ അതിന്റെ കാര്യങ്ങൾ. അതിനിപ്പോ പോലീസ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അറിയുന്ന കാര്യങ്ങളും മാത്രം ഞാൻ പറയും. ഞാൻ കണ്ട കാര്യങ്ങളും നേരിട്ടിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് പോലീസിനോട് ഞാൻ പറയാ. സതീഷ്, ഈ വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നതിന് ശേഷം BJP പറയുന്ന താങ്കളെ നേരത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധപ്പെടാൻ നീക്കമുണ്ടായോ? എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ശ്രമിച്ചോ അവർ? ഇല്ല, എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച ആളുകളുടെ അടുത്തൊന്നും ഞാൻ അതിന് വഴങ്ങി കൊടുത്തിട്ടുള്ള ആളല്ല ഞാൻ. അത് ഏത് രീതിയിലായാലും ഞാൻ അങ്ങനെ വഴങ്ങുന്ന ആളല്ല. കാര്യം എനിക്ക് ഈ വ്യക്തിപരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാനൊരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞത് അത് ആ സത്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. പിന്നെ വരുന്ന എല്ലാ ഭവിഷ്യത്തുകളും നമ്മൾ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത്.
ഈ മൊഴി രേഖപ്പെടുത്താൻ ആരെങ്കിലും പോലീസിൽ നിന്ന് എന്തെങ്കിലും ഒഫീഷ്യൽ അറിയിപ്പ് കിട്ടിയോ ശ്രീ തിരൂർ സതീഷ്? അല്ല, ഈ നേരം വരെ വിളിച്ചിട്ടില്ല. ബന്ധപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വന്ന സ്ഥിതിക്ക് അറിയിപ്പ് വരെയായിരിക്കും. അറിയേണ്ടതാണ്. ഓക്കെ താങ്ക് യു ശ്രീ തിരൂർ സതീഷ്. എന്തായാലും 24ലൂടെ ശ്രീ തിരൂർ സതീഷ് പുറത്തുവിട്ട അതിൻ്റെ ഒരു വലിയ ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. കൊടകര കുഴൽപ്പണ കേസ് അത് തുടരന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നാളെയാണ് തിരൂർ സതീഷിനെ മൊഴി രേഖപ്പെടുത്തുക. തൃശ്ശൂർ പോലീസ് ക്ലബ്ബിലാകും മൊഴി രേഖപ്പെടുത്തുക. നേരത്തെ തിരൂർ സതീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം 24ഓട് വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. അതുതന്നെ ഗുരുതരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ ദിവസങ്ങൾ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അതിനപ്പുറത്തൊക്കെ ചില കാര്യങ്ങൾ കൂടി തിരൂർ സതീഷിന് അറിയാം. അത് ഈ പറയുന്ന വന്ന കള്ളപ്പണം, ഇലക്ഷൻ ആവശ്യത്തിന് വന്ന കള്ളപ്പണം ഏത് രീതിയിലാണ് നേതാക്കൾ ഉപയോഗിച്ചത് എന്ന കാര്യം അറിയാം. അത് പുറത്തു പറയും എന്നുള്ളതാണ് തിരൂർ സതീഷ് പറയുന്നത്. എന്തായാലും ആ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് കാത്തിരുന്ന് കാണാം.